ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. മിസ്റ്റർ DIYയിലോട്ടാണ് ആദ്യം പോയത്. ഒത്തിരി നാളായി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഫൈനലി ഇന്നാണ് വരാൻ പറ്റിയത്. കുറെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്നാലും ഒരു ഹോം അപ്ലയൻസിന്റെ സെക്ഷനിലോട്ടാണ് മെയിൻ ആയിട്ട് പോയത്. ഇനിയും അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ ബില്ലൊക്കെ കൊടുത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് എന്തൊക്കെയാ വാങ്ങിയെന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് ലാസ്റ്റ് കാണിക്കാവേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ സമയം 3:15 നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഫുഡ് കഴിക്കാനാണ് പോണത്. ഇവരാണെങ്കിൽ എന്റെ ക്യാമറയുടെ മുന്നിൽ എങ്ങനെ വരാണ്ടിരിക്കാമെന്ന് നോക്കി നടക്കാട്ടോ. രണ്ടുപേരും ഭയങ്കര ഇൻട്രോവേർട്ടാണ് ക്യാമറയുടെ മുന്നിൽ. എന്താ മുഞ്ച് കണ്ടുവരല്ലേ. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ തന്നെ മന്തി വന്നേക്കാൻ മുന്നേ ഒരു ഗ്രേപ്പ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ നോർമൽ അൽഫാം അല്ലെങ്കിൽ ഹണി ചില്ലി, ഇത് മാത്രമാണ് എപ്പോഴും കഴിക്കാറുള്ളത്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് ടർക്കിഷ് അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ മറന്നുപോയി. അതാ കഴിച്ചത്. നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി ഇര വിഴുങ്ങിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി ആയിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല അടിപൊളി മഴയും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എന്റെ അച്ഛമ്മേന്റെ ഒരു മാല മാറ്റാൻ വേണ്ടിട്ടാട്ടോ. ആളുടെ മാല പൊട്ടിപ്പോയി. അപ്പൊ അത് മാറ്റി പുതിയൊന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ടാട്ടോ പോയത്. ഈ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതും എന്റെ ഒരു ചേട്ടൻ തന്നെ കേട്ടോ. ആള് വർക്ക് ചെയ്യണ ഷോപ്പിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു മാലയാണ് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇത് മേടിച്ചില്ല, ഇത് പണിയിക്കാൻ വേണ്ടി കൊടുത്തേക്കാണ് നമ്മുടെ മറ്റേ മാലയുടെ കറക്റ്റ് അളവിന്. ഇപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എന്തൊക്കെയാ മേടിച്ചതെന്നൂടെ ഉള്ളത് കാണിച്ചു തരാം. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയേക്കാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. ഇതൊരു ചെറിയ ഡസ്റ്റ്ബിൻ ആട്ടോ. ഇത് റൂമിൽ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ റൂമിലേക്ക് ഒരു ഡസ്റ്റ്ബിൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു വരും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമുണ്ട്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഈ ഒരു മഗ്ഗാണ്. ഈ മഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഈ മഗ് മേടിച്ചു വന്നിട്ട് അമ്മയുടെ എനിക്ക് കുറെ ചീത്ത കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ നല്ല രസമുണ്ടല്ലേ. പിന്നെ വന്നിട്ട് ഈ 2 വാൾ സ്റ്റിക്കർ ആട്ടോ. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ മേക്കോറിന്റെ. അവിടെ സ്ലാബും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കേട്ടോ. ഇത് ഞാൻ ഒട്ടിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാവേ. പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ബുക്കാട്ടോ. നല്ല രസമുണ്ട് ഈ ബുക്ക് കാണാനായിട്ട്. ഇതിന്റെ പേജ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കട്ടിയുള്ള പേപ്പറാണ്. ഇതെന്തിനാ മേടിച്ചെന്നുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ഹാൻഡ് വിസ്ക് ആണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഇതിൽ 2 ബാറ്ററി ഇടണം. ഞാൻ ബാറ്ററി മേടിക്കാൻ മറന്നുപോയി. ഞാൻ മേടിച്ച് നമുക്ക് ഇട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹെയർ ബോയ് ആണ്. ഇത് കാര്യം തലയിൽ മുടിയില്ല, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വെച്ച് കാണിച്ചു തരാം. ഇത് ഒരു ബാത്റൂം ബ്രഷ് ആണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാണ്. കാരണം എനിക്ക് ഈ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഒരു ബ്രഷ് വേണം. അതിന് വേണ്ടി മേടിച്ചതാട്ടോ. ഇത് കിച്ചണിലേക്ക് മേടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന സ്പോഞ്ച് ആട്ടോ. സെറ്റ് ആയിട്ട് വന്നതാണ്. കൂട്ടത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ക്ലോക്ക്. നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്റെ റൂമിന് ചേരില്ല, എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. ഞാൻ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളൂ. സാധനങ്ങൾ മേടിച്ചത് ഇത്രയാണ്. നമുക്ക് ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. സന്ധ്യയായി, ഒരു ചായ കുടിക്കട്ടെ. ഓക്കെ.